ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ലണ്ടനിൽ നിന്ന് ബസ് കയറി രാവിലെ തന്നെ സ്കോട്ട്ലൻഡിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സ്കോട്ട്ലൻഡ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടേക്ക് ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന്. എഡിൻബ്രയിൽ നിന്നായിരുന്നു ഞാൻ അന്ന് വണ്ടി കയറി ഉണ്ടായിരുന്നത്. തിരിച്ച് അതേ സ്ഥലത്തിന് എത്തിയേക്കാണ്. അപ്പം ഇവിടുന്ന് കാറ് രണ്ടെടുത്ത് നമ്മളൊരു 4 ദിവസം സ്വർഗത്തിലേക്ക് പോവാണ് കേട്ടോ. സ്കോട്ട്ലൻഡിൽ 790ഓളം ഐലൻഡ്സ് ഉണ്ട്. അതിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഐലൻഡിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സ്കോട്ടിഷ് ഹൈലാൻഡ്സ് നമ്മൾ ഈ 4 ദിവസം കൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം നേരെ ഇൻവേർനെസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ അടിച്ചിട്ടായിരിക്കും നെക്സ്റ്റ് ഡേയിലെ പ്ലാൻ. You can actually do a walk down through the woods and then down to the bottom and along. There's a path. Come here, Ella. She's terrible for jumps. Sorry, you're close. Come on. Anyway. Yeah. Yes, thank you. Thank you. ഓ മോനെ ഈയോ നോർമലി സ്ഥിരം ചെയ്യുന്ന പരിപാടികൾ ചായ കാലിൽ തുറന്നത് അകത്തിൽ തുറന്നത് നമ്മൾ ചെയ്യുന്ന പരിപാടികളാണ്. വേറെ സംഭവം പണ്ട് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓ ഇത് മോമാണ്, അതിൻ്റെ കൂടെ കുട്ടികൾ ഡാഡീസ്. ഇവിടെ വിളിക്കണം. ആറ്റിറ്റ്യൂഡിൽ നോക്കണം, ആറ്റിറ്റ്യൂഡില്. അമേരിക്കൻ അമ്മായി ഇതെന്ത് കയ്യിൽ എത്ര കാണാ. അടിപൊളി വ്യൂ കേട്ടോ. നല്ല വഴിയാണ്. വണ്ടിയുടെ പോയപ്പോഴത്തേക്ക് കാറ് പ്രകൃതി രമണീയത്തിലെങ്ങും മുഴുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വരുന്നത് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഡെയിലി 1 or 2 ഉണ്ടാവുള്ളൂ ഫുഡിങ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ടൈമായിരുന്നു ഇത്. ഫുഡ് കഴിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ടും ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടും നമ്മൾ വഴിയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കഫേയിൽ കയറി. ഉള്ളിൽ കയറിയപ്പോഴാണ് ഞങ്ങൾ കണ്ടത് അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ടെന്ന്. ഭയങ്കര ഡ്രീമി ആയിട്ടൊരു ലൊക്കേഷനായിരുന്നു. ഇവിടെ തന്നെ വായി വയ്ക്കാൻ തോന്നുന്നു. അഞ്ജലിയുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ ഇവിടെ തോന്നുന്നുണ്ട്. അഞ്ജലി 2-3 പ്രാവശ്യം കഴിക്കത്തുള്ളൂ. അവിടെ പോയിരുന്ന് ഫുഡും കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ചെയ്യണം തുടങ്ങിയേക്കാണ്. ഫിക്സ്ഡ് ആയിട്ട് പിടിക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ഡേ 1 കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ലോഡ്ജ് നെസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണല്ലോ എത്തിയേക്കുന്നത്. അവിടുത്തെ ഒരു ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റലിലാണ്. ഏകദേശം ഒരു 2 കിലോമീറ്റർ നീളമുള്ള ബ്രിഡ്ജ് താണ്ടിയിട്ടാണ് മെയിൻലാൻഡിൽ നിന്ന് നമ്മൾ ഈ ഐലൻഡിൽ എത്തുന്നത്. ഫെറി വഴി പോകേണ്ടവർക്ക് അങ്ങനെയും പോവാം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ബൈ റോഡ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഫെറിയിൽ വരാനാണ് പ്ലാന്. എന്താവെന്ന് കണ്ടറിയാം. ഇവിടുത്തെ റോഡുകൾ ഫുള്ള് വളവും തിരിവാന്നേ. ചില സമയത്തൊക്കെ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഉണ്ടാവുള്ളേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 50 മീറ്റർ ഇടവിട്ടിട്ടാണെന്ന് അറിയില്ല, ഒരു പാസിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റിൽ ഒരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പേസിലൊക്കെ സൈഡിലാക്കിയിട്ട് അവരെ കടത്തി വിടണം. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സ്ഥലം വന്നെത്തിയിരിക്കുകയാണ് ഗൈസ്. വെൽക്കം ടു ഐൽ ഓഫ് സ്കൈ. അപ്പം നമ്മുടെ സെക്കൻഡ് ഡേയിലെ വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോട്രി എന്ന് പറഞ്ഞ ഐൽ ഓഫ് സ്കൈയുടെ ക്യാപിറ്റലിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പ്രിൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ അവിടെ കയറി അന്വേഷിച്ചപ്പോഴാണ് അത് നടത്തുന്നത് ബംഗ്ലാദേശികളാണ്. പക്ഷെ ഇന്ത്യക്കാരുടെ ഒടുക്കത്തെ ഡിമാൻഡ് കാരണം അവർ ആ പേരിട്ടാന്നാണ് പറഞ്ഞത്. നമ്മുടെ അടുത്ത മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഓൾഡ് മാനോ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ആ കാണുന്ന കുത്തനെ നിൽക്കുന്ന പാറയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയതിനു ശേഷം പേ ആൻഡ് പാർക്കിൽ കാറും പാർക്ക് ചെയ്തിട്ട് നമുക്കിനി ഒരു 4 കിലോമീറ്റർ നടക്കാനുണ്ട് ഗൈസ്. നമ്മുടെ ഉദ്ദേശം 2800 മില്യൺ ഇയേഴ്സ് പഴക്കമുള്ള ഒരു വോൾക്കാനിക് ഇറപ്ഷനിലൂടെ ഉണ്ടായിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഒരു മുത്തശ്ശിക്കഥയിലൊക്കെ പറയുന്നത് എന്താ അറിയാവോ, ഈ ഐലൻഡിൽ പണ്ട് ജെയിൻസ് ആയിരുന്നു, അതായത് ഈ ഭീമരൂപമുള്ള ആൾക്കാരൊക്കെ അങ്ങനെയല്ലേ പറയാ, അങ്ങനെയുള്ളവരായിരുന്നു താമസിച്ചിരുന്നത് അത്രേ. അങ്ങനെ അതിൽ 2 പേര് തമ്മിൽ യുദ്ധമോ അടി എന്തോ ഉണ്ടായ സമയത്ത് ഒരാൾ മറ്റേ ആളെ തള്ളി ഭൂമിക്ക് അടിയിലേക്ക് ഇട്ടു. അങ്ങനെ ആ ആള് ഭയങ്കര ഫോഴ്സ്ഫുള്ളി പുറത്ത് വരാൻ നോക്കിയപ്പോൾ ഭൂമിക്കുള്ളിൽ നിന്ന് ആൾക്ക് പുറത്ത് വരാൻ പറ്റിയില്ല. ആളുടെ വിരൽ മാത്രമാണ് പുറത്ത് എത്തിയതെന്ന് പറയണം. അപ്പോൾ അതാണ് ഈ രൂപം എന്നും പറയുന്നുണ്ട്. നടന്ന് കയറി നമ്മളൊരു പരുവായെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് നിർത്തി തിരിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ സ്വർഗ്ഗമാണോന്ന് തോന്നിപ്പോവും. അമ്മാതിരി ഒരു വ്യൂ ആയിരുന്നു. എക്സൈറ്റ്മെന്റിൽ ഓടി മുകളിലേക്ക് കയറിയപ്പോൾ കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഒരു സ്നാക്സോ പോലും എടുക്കാത്തതിൻ്റെ രോദനം ഒരു പകുതി വഴി എത്തിയപ്പോഴത്തേക്കും പൊട്ടിക്കരഞ്ഞ് ഞാൻ തീർത്തു. അങ്ങനെ ഒരു 2-3 മണിക്കൂർ മനുഷ്യന്മാരെ കാണാതെ നമ്മളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റേ യൂത്ത് ഹോസ്റ്റലാണ്. ഫുള്ള് തടികൾ ഉണ്ടാക്കിയ ഒരു ഷെഡ് പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. പക്ഷെ ഭയങ്കര രസമുണ്ട് ഈ ഒരു സ്റ്റേ. ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞ സാധനമില്ല, വൈഫൈയും ഇല്ല. അപ്പം ഇന്ന് രാത്രി നമ്മൾ പൊളിക്കും. നല്ല മഴയും കാറ്റും ഉള്ളതുകൊണ്ട് പിന്നെ പേടിക്കാൻ ഒന്നുമില്ല. 10 പേരടങ്ങുന്ന ഒരു ഡോമെട്രി ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. മഴ കാരണം നമ്മുടെ 3rd ഡേ പാളിപ്പോകുന്ന കുറച്ചൊന്ന് പേടിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഇംഗ്ലീഷ് വെതർ ആണല്ലോ, ഒരു സ്ഥിരത ഇല്ലാത്തത് കൊണ്ട് മഴ വരും വെയിൽ വരും, ഇപ്പുറത്ത് മഴ അപ്പുറത്ത് വെയിൽ, അങ്ങനത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് വലിയ പാടില്ല. എത്ര സുന്ദരമായ വെയില്. ഗില്ലംബിട്ടൽ എന്ന് പറഞ്ഞ ഈ മലയിലേക്ക് നമ്മൾ നടന്ന് അടുക്കും തോറും നമ്മൾ ഇഷ്ടം പോലെ വാട്ടർഫോൾസ്, കുഞ്ഞു വാട്ടർഫോൾസ് കാണാൻ പറ്റും. ഒരു ഏകദേശം 2.25 കിലോമീറ്ററിന് അടുത്ത് നടക്കാനുണ്ട്. ഒരു 45 മിനിറ്റൊക്കെ വൺ സൈഡ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. സ്വിമ്മിങ് ഇവിടെ അലൗഡാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഇൻസ്ട്രക്ഷൻസോ റെസ്ട്രിക്ഷൻസോ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാം. പക്ഷെ തണുത്ത് മരവിക്കുന്ന ഈ വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗട്സ് വേണം. പല സ്ഥലത്തുനിന്ന് വെള്ളം ഒഴുകി വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. സേഫ്റ്റി ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴാണ് അങ്ങ് ദൂരെ ഒരു ലൈറ്റ് ഹൗസ് കണ്ടേ. കൗതുകത്തിന് ഒട്ടും കുറവില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് ചാടി ഇറങ്ങി. തിരിച്ചു കയറാൻ കാറ്റത്ത് പറന്നു പോകാതെ എത്തിപ്പെടാൻ പറ്റിയ പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ.
പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിട്ടേൺ ഫെറിയിലാണ് കേട്ടോ ഐ ലവ് സ്കൈ വിടാൻ പോകുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് ഫെറിയിൽ ട്രാവൽ ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കേട്ടോ. അതിൻ്റെ ഒരു കൗതുകം എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മഴവെല്ലൂടെ കടലിൻ്റെ തടുക്ക് അമ്മോ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഫെറി കയറി നമ്മൾ മലങ്ങെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുകയാണ് കേട്ടോ. അവിടെയാണ് ഇന്നത്തെ സ്റ്റേ. ഫുഡൊക്കെ അടിച്ചിട്ട് സുഖമായി ഇറങ്ങി നെക്സ്റ്റ് ഡേ അടുത്ത പ്ലാൻ. ഇന്നലത്തെ നമ്മുടെ സ്റ്റേ ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റലിലായിരുന്നു. ഒരു 5-6 പേര് അടങ്ങുന്ന ഡോർമെറ്ററി ആയതുകൊണ്ട് തന്നെ അത്ര ഇങ്ങോട്ട് ഉറക്കം ശരിയല്ല കേട്ടോ, ബഹളങ്ങളൊക്കെ ആയിട്ട്. എന്നാൽ രാവിലെ തന്നെ നമുക്ക് എണ്ണീക്കണമല്ലോ. ഇന്ന് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ ഹാരി പോട്ടർ ഷൂട്ട് ചെയ്ത് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ്. ഒരുപാട് എക്സ്പെക്റ്റേഷൻസോട് കൂടി സ്റ്റീം ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് ഓടിച്ചാടി മല കയറി മോളിൽ കയറി മണിക്കൂറുകളോളം നിന്നിട്ടോ. പക്ഷെ താഴെ വ്യക്തവും സ്ഫുടമായി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് സ്റ്റീം ട്രെയിൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം. ഞങ്ങളെപ്പോലെ തന്നെ കൗതുക ലേശം കൂടുതലായ കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പെട്രോളം പറഞ്ഞ് ഇറക്കി വെള്ളത്തിടാനുണ്ടാവും. ഇതൊന്നും നടപടിയാണോ ലക്ഷണമില്ല എന്ന് മനസ്സിലായപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോകാൻ തുടങ്ങി. അപ്പതാ ഒരു ട്രെയിൻ വരുന്നു. പക്ഷെ സ്റ്റീം ട്രെയിനിന് പകരം നമ്മുടെ സാധാരണ ട്രെയിനാന്ന് മാത്രം. എന്നാലും ആ ഒരു വ്യൂ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി. എന്തൊരു വിധി ഇത്. ആ ട്രെയിൻ അല്ല, എന്നാലും മായത്തിലൊക്കെ പാക്കോ. ഓ മൈ ഗോഡ്. രണ്ട് എഞ്ചിൻ എന്തിനാ വേണ്ടി പോയേക്കണോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് ആശ്വസിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ടൗണിൽ പോയിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ചു. ഉപ്പും മുളകൊന്നും ഇല്ലെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. കാരണം നമുക്കിനി 3 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ മലയിൽ ചുറ്റിക്കറങ്ങാനായിട്ടുള്ള എനർജി വേണമല്ലോ. നന്ദി, നമസ്കാരം, വണക്കം, വന്ദനം. ബോംബെ താലോ. UK വന്നതിന് ശേഷമുള്ള എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾ റെഡിയാണോ? എന്താ പറയാ, ഞാൻ എപ്പോഴേ റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.